ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. സോ എന്താണ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ബൈ അറ്റോമിക് മോഷൻ. അത് ഒരു ആറ്റമിൻ്റെ മോഷൻ, അതായത് ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു ആറ്റം ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനെയാണ് ഡിഫ്യൂഷൻ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മാസ് ഫ്ലോ ബൈ വിച്ച് ആറ്റംസ് ചേഞ്ച് ദെയർ പൊസിഷൻ റിലേറ്റീവ് ടു ദെയർ neighboring position under the influence of thermal energy. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളിവിടെ പറഞ്ഞു. ഒന്ന്, ആറ്റംസ് ഇനീഷ്യലി ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു, അത് ആ പൊസിഷനിൽ നിന്ന് ചേഞ്ച് ചെയ്ത് മറ്റൊരു പൊസിഷനിലേക്ക് പോയി. എപ്പോഴാണ്? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് തെർമൽ എനർജി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ജനറലി ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഏറ്റവും സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് എ മാസ് ഫ്ലോ റേറ്റ് of atoms where it changes its position related to the neighboring atoms under the influence of thermal energy. So diffusion നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്ന് ഇന്റർ ഡിഫ്യൂഷനും രണ്ട് സെൽഫ് ഡിഫ്യൂഷനും. ഇന്റർ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് വൺ മെറ്റൽ ഇസ് ഡിഫ്യൂസ്ഡ് ഇൻടു അനദർ മെറ്റൽ. ഒരു മെറ്റലിനകത്തെ ആറ്റം വേറൊരു മെറ്റലിനകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. സെൽഫ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം ആ മെറ്റീരിയലിനകത്ത് തന്നെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് പൊസിഷൻ ചേഞ്ച് നടത്തുന്നു. അതായത് സെൽഫ് ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡിഫ്യൂഷൻ കപ്പിൾ എന്നുള്ളതാണ്. സോ ഡിഫ്യൂഷൻ കപ്പിൾ എന്ന് പറയുന്നത് രണ്ട് മെറ്റൽ, നമ്മളൊരു ഇന്റർ ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സാണ് പഠിക്കുന്നത്. ഇന്റർ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വൺ മെറ്റൽ ഡിഫ്യൂസസ് ഇൻടു അനദർ മെറ്റൽ, അല്ലെങ്കിൽ ആറ്റംസ് ഓഫ് വൺ മെറ്റൽ ഡിഫ്യൂസസ് ടു അനദർ. സോ ഇവിടെ നമുക്ക് രണ്ട് മെറ്റൽസ് ആണുള്ളത്, കോപ്പർ ആൻഡ് നിക്കൽ. സോ ഇവിടെ കോപ്പർ ഇനീഷ്യലി ഇവിടെ ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് കളറിലും ഇവിടെ ഗ്രേ കളറിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊരു കോൺസെൻട്രേഷൻ പ്രൊഫൈൽ വരയ്ക്കുകയാണെങ്കിൽ, സോ ഇത് ആറ്റത്തിൻ്റെ സെൻട്രൽ പൊസിഷനാണ്. രണ്ട് മെറ്റൽസും ജോയിൻ ആയിരിക്കുന്ന പൊസിഷനാണ് ഞാനിപ്പോൾ ഒരു ലൈനിലൂടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ കർവ് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ കർവ് വരുന്നത്? ഇതിൻ്റെ കർവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കോപ്പർ എടുക്കുകയാണ്. കോപ്പർ ഇത് 0% ആൻഡ് ദിസ് ഈസ് 100%. സോ കോപ്പറിനെ എടുക്കുകയാണെങ്കിൽ കോപ്പർ ഇവിടം തൊട്ട് ഇതിൻ്റെ സെൻറ്റർ വരെ, ഇവിടം വരെ 100% കോപ്പറാണ്. സോ ഈ പൊസിഷനിൽ എത്തിക്കഴിയുമ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കോപ്പറിൻ്റെ ആറ്റംസ് ഒന്നുമില്ല. സോ ഈ ഒരു ബൗണ്ടറിയിൽ ഇത് നേരെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നു. സോ ടു ദ റൈറ്റ് ഇത് 0% കോപ്പറാണ്. മനസ്സിലായല്ലോ? ലെഫ്റ്റ് സൈഡിൽ 100% കോപ്പറുണ്ട്, റൈറ്റ് സൈഡിലേക്ക് വന്നപ്പം അത് 0% കോപ്പറായിട്ട് മാറിയിരിക്കുന്നു. ഇനി നമുക്ക് നിക്കൽ നോക്കാം. നിക്കൽ ലെഫ്റ്റ് സൈഡിൽ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പ്ലോട്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ഇത് 100% കോപ്പറാണ്, നിക്കലാണ് അപ് ടു ബൗണ്ടറി. അവിടെ നിന്ന് ഇത് നേരെ താഴേക്ക് ഷിഫ്റ്റ് ആകുന്നു. സോ ഇവിടെ ഇത് 0% നിക്കലാണ്. ഇത് ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പാണ്. ഇനി ഡിഫ്യൂഷൻ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഡിഫ്യൂഷൻ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ സെൻട്രൽ ലൈൻ. താഴെ വരെ ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ കുറച്ച് കോപ്പർ ആറ്റംസ് ഈ സൈഡിലേക്ക് പോയി, കുറച്ച് നിക്കൽ ആറ്റംസ് ഈ സൈഡിലേക്കും പോയി. സോ അതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു പൊസിഷനിലിരിക്കുന്ന ആറ്റം അത് വേറെ, ഇവിടുത്തെ ഒരു കോപ്പർ ആറ്റം ഇവിടുത്തെ നിക്കൽ ആറ്റത്തിൻ്റെ പൊസിഷനിലേക്ക് പോയി, ഈ നിക്കൽ ആറ്റം വേറൊരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് വരയ്ക്കുക, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പ്രൊഫൈൽ വരയ്ക്കുക? നമുക്ക് ഫസ്റ്റ് കോപ്പറിനെ നോക്കാം. കോപ്പറിനെ ആണെങ്കിൽ ഇവിടെ 100% ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മുടെ ഈ അറ്റോമിക് ലെവൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടം വരെ ഇത് 100% ആണ്. ഇവിടം തൊട്ടാണ് ഇത് എണ്ണം കുറയാൻ തുടങ്ങുന്നത്.
സോ ഇവിടുന്ന് ഒരു ചെറിയ ഡ്രോപ്പ് ഡൗൺ ഉണ്ടായി, ഇവിടുന്ന് പയ്യെ താഴേക്ക് വന്നു, ബൗണ്ടറി ക്രോസ് ചെയ്തു, ഇവിടെയും 1-2 ചെറിയ ആറ്റംസ് ഈ സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബൗണ്ടറി സെപ്പറേഷൻ ഉണ്ട്, അതായത് ഇതിനപ്പുറത്തേക്ക് ഇത് ട്രാൻസ്ഫർ ആയിട്ടില്ല കോപ്പർ ആറ്റംസ്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് 0% ആയി, 0%ൽ ഇത് മൂവ് ചെയ്യുന്നു. മനസ്സിലായല്ലോ, ഇവിടെ 100% ആയിരുന്നു. ഇവിടെ തൊട്ട് 1-2 ആറ്റം, ഇവിടെ നിക്കൽ ആറ്റംസ് വന്നിരിക്കുന്ന കാരണം കോപ്പർ ആറ്റംസിൻ്റെ കുറവുണ്ട്, 100%-നേക്കാളും കുറവുണ്ട്. സോ ഇവിടെ നിന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നു. ഈ സൈഡ് നോക്കി, ഇവിടെയാണെങ്കിൽ ഇവിടം തൊട്ട് ഈ ബൗണ്ടറി വരെ 100% ആയിരുന്നു, ഒറ്റ നിക്കൽ ആറ്റം പോലും ഇല്ലായിരുന്നു. സോ ഇവിടെയാണെങ്കിൽ ആ പ്രൊഫൈലിനകത്തൊരു ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ നിക്കൽ ആറ്റം നോക്കാം നമുക്ക്. നിക്കൽ ആറ്റം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ 100% ഉണ്ടായിരുന്നു, ഇവിടം തൊട്ട് റിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ നിന്ന് കുറഞ്ഞു വന്ന് ബൗണ്ടറി ക്രോസ് ചെയ്ത് ഇവിടെ ആയപ്പോഴത്തേക്ക് 0% നിക്കലായി. സോ ഇതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെ നമ്മൾ ഡിഫ്യൂഷൻ കപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. ഡിഫ്യൂഷൻ കപ്പിൾ. Next is mechanism of diffusion. For an atom to move from its lattice size, two conditions are to be satisfied. First one is, there must be an empty space. Second is, atom must have sufficient energy to break the bonds. അതായത് ഈ ആറ്റത്തിന് വേറെ പൊസിഷനിലേക്ക് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതിന് ഒരു എം ഡി സ്പേസ് ഉണ്ടായിരിക്കണം, അതായത് അതിന് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. 2, ഈ ആറ്റത്തിന് സഫീഷ്യൻ്റ് എനർജി ഉണ്ടായിരിക്കണം. അത് ഒരു പൊസിഷനിൽ ഒരു ബോണ്ട് ആയിരിക്കും ഇരിക്കുന്നത്, ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായി സഫീഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഡിഫ്യൂഷൻ്റെ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് ആണ് വേക്കൻസി ഡിഫ്യൂഷനാണ്. വേക്കൻസി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻറ്റ് പൊസിഷനിലേക്ക് ആറ്റം വന്ന് ഫില്ലാവുകയാണ്. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു വൈറ്റ് കളറിൽ ഒരു വേക്കൻറ്റ് പൊസിഷൻ ഉണ്ട്. സോ ഓറഞ്ച് കളറിലുള്ള ആറ്റം അതിൻ്റെ ആക്ച്വൽ പൊസിഷനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത പൊസിഷനിലേക്ക്, ആ വൈറ്റ് കളർ പൊസിഷനിലേക്ക് പോയിട്ട് ആ ഓറഞ്ച് കളറിലെ ആ ഒരു പൊസിഷനെ വേക്കൻസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സിമിലർലി റൈറ്റ് ടു ലെഫ്റ്റും മൂവ്മെൻറ്റ് ഉണ്ടാവാം. സോ അതിനെയാണ് നമ്മൾ വേക്കൻസി ഡിഫ്യൂഷൻ നമ്മൾ പറയുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷനാണ്. എന്താണ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന് ഇടയ്ക്കുള്ള വോയിഡ് സ്പേസസിനെയാണ് നമ്മൾ ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷൻ നമ്മൾ പറയുന്നത്. നമ്മൾ ആറ്റംസ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ആറ്റംസ് ഇല്ലാതെ, തമ്മിൽ കോണ്ടാക്ട് ഇല്ലാത്ത കുറച്ച് പൊസിഷൻ, അതിനെയാണ് ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഈസ് മൂവ്മെൻറ്റ് ഓഫ് ആറ്റം ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ. അങ്ങനെയാണ് ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആറ്റം ഒരു പൊസിഷനിൽ നിന്ന് മാറി, നമ്മൾ വേക്കൻസി ഡിഫ്യൂഷനകത്ത് അതൊരു വേക്കൻറ്റ് പൊസിഷനിലേക്കാണ് വന്നിരുന്നത്, കാര്യം അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അത് ഒരു ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ റെഡ് കളറിൽ കാണാം. അത് ശരിക്കും ഇരിക്കുന്നത് റെഗുലർ പൊസിഷനിലല്ല ഇരിക്കേണ്ടത്, അത് ഇരിക്കുന്നത് ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനാണ്. The migration of atom from one interstitial position to the neighboring one that is empty. Most of the metal alloys interstitial diffusion occur much faster than the vacancy atom. Atoms are smaller and thus they are mobile. അടുത്ത ടൈപ്പ് ഡിഫ്യൂഷൻ ആണ് ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഡിഫ്യൂഷൻ. അതായത് ഒരു ആറ്റം വേറൊരു ആറ്റവുമായിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതായത് ആറ്റം എയും ആറ്റം ബിയും ഉണ്ട്. ആറ്റം എ ബിയുടെ പൊസിഷനിൽ പോകുന്നു, ആറ്റം ബി എയുടെ പൊസിഷനിലേക്ക് പോകുന്നു. ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ അറിയാം, ഒരു വൈറ്റ് ആറ്റം ഒരു ബ്ലാക്ക് ആറ്റം ഉണ്ട്. സോ വൈറ്റ് ആറ്റം ഷിഫ്റ്റ് ടു ദ പൊസിഷൻ ഓഫ് ബ്ലാക്ക് ആറ്റം ആൻഡ് ബ്ലാക്ക് വൺ മൂവ്സ് ടു ദ പൊസിഷൻ ഓഫ് വൈറ്റ് വൺ. നമുക്ക് ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഡിഫ്യൂഷൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട്, സെന്നർ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ റിംഗ് ഡിഫ്യൂഷൻ എന്നൊക്കെ പറയും. അതായത് 4 ആറ്റമാണ് ഇവിടെ ഇൻക്ലൂഡ് ആകുന്നത്. അപ്പം ആറ്റം എ ആറ്റം ബിയുടെ പൊസിഷനിൽ പോകുന്നു, ആറ്റം ബി ആറ്റം സിയുടെ പൊസിഷനിൽ പോകുന്നു, ആറ്റം സി ആറ്റം ഡിയുടെ പൊസിഷനിൽ പോകുന്നു, ആറ്റം ഡി ആറ്റം എയുടെ പൊസിഷനിലേക്ക് പോകുന്നു. അതായത് ഒരു റിംഗ് പാത്തിലായിരിക്കും ഇതിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. സോ അങ്ങനെയുള്ള ഡിഫ്യൂഷനെയാണ് നമ്മൾ റിംഗ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ സെന്നർ ഡിഫ്യൂഷൻ നമ്മൾ ജനറലി പറയുന്നത്. ഇനി നമുക്ക് ഡിഫ്യൂഷനകത്ത് നോക്കുകയാണെങ്കിൽ കുറേ ടേംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ്
ടേം എന്ന് പറയുന്നത് കിർക്കെൻഡൽ എഫക്റ്റ് ആണ്. പേര് കേട്ട് പേടിക്കേണ്ട. കിർക്കെൻഡൽ എഫക്റ്റ് ഇസ് വെരി സിമ്പിൾ. അതായത് ഇൻ എ ബൈനറി ഡിഫ്യൂഷൻ കപ്പിൾ ഓഫ് മെറ്റൽ എ ആൻഡ് ബി, the rate at which A and B diffuse in each other are not necessarily be equal. The low melting point component diffuse much faster than the other. അതായത് നമുക്ക് ഒരു ഡിഫ്യൂഷൻ കപ്പിളുണ്ട്. ആറ്റം എയും ആറ്റം ബിയും കൂടെ ജോയിൻ ചെയ്ത ഒരു ഡിഫ്യൂഷൻ കപ്പിളുണ്ട്. സോ ആറ്റം എയും ആറ്റം ബിയും രണ്ട് മെറ്റൽസാണ്. സോ ഈ രണ്ട് മെറ്റൽസും അതിന് രണ്ടിനും രണ്ട് മെൽറ്റിംഗ് പോയിൻ്റാണ്. രണ്ടും ഒരുപോലല്ല അതിന് നമ്മൾ മെൽറ്റിംഗ് നടക്കുന്നത്. സോ നമ്മളിതൊരു തെർമൽ ഒരു ഫോഴ്സും കൊണ്ടാണ് നമ്മളിതിനെ ഒരു പൊസിഷനിൽ നിന്ന് ആറ്റത്തിനെ മൂവ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പറയാം ആറ്റം മെറ്റീരിയൽ എയുടെയും മെറ്റീരിയൽ ബിയുടെയും ഡിഫ്യൂഷൻ റേറ്റ്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ രണ്ടിൻ്റെയും വ്യത്യാസമായിരിക്കും. അവിടെ നമ്മൾ പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള കമ്പോണൻ്റ് ഏതാണോ അതായിരിക്കും ഫാസ്റ്ററായിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കിർക്കെൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഫ്ലക്സ് ആണ്. എന്താണ് ഡിഫ്യൂഷൻ ഫ്ലക്സ്? ഡിഫ്യൂഷൻ ഫ്ലക്സ് ഈസ് നത്തിങ് ബട്ട് ദ മാസ് ഫ്ലോ റേറ്റ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. മാസ് ഫ്ലോ റേറ്റ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ എന്തുമാത്രം മാസ് ഫ്ലോ, അതായത് ആറ്റത്തിൻ്റെ ഫ്ലോ നടക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത് പറയുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് സി ആണ്. വൈൽ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് സി ഓഫ് ഡിഫ്യൂസിങ് എലമെൻറ്റ് ഇസ് പ്ലോട്ടഡ് വെസസ് പൊസിഷൻ വിത്തിൻ ദ സോളിഡ്, ദ റിസൾട്ടിംഗ് കർവ് ഈസ് കോൺസെൻട്രേഷൻ പ്രൊഫൈൽ ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദിസ് കർവ് ഈസ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അതായത് നമ്മൾ ആറ്റത്തിൻ്റെ ഓരോ പൊസിഷനിലും അതിൻ്റെ കോൺസെൻട്രേഷൻ പ്ലോട്ട് ചെയ്യുകയാണ്. നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. അതിൻ്റെ എക്സ് ആക്സിസിലെ പൊസിഷനും വൈ ആക്സിസിലെ കോൺസെൻട്രേഷനുമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. പോയിന്റ് എക്സ് എ എൻ്റെ ഫസ്റ്റ് പൊസിഷൻ, എക്സ് എയിലെ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സി എ ആയിരിക്കും. എക്സ് ബി എന്ന് പറയുന്ന പൊസിഷനിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ സി ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ഡെൽറ്റ സി ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സി എ മൈനസ് സി ബി ഡിവൈഡ് ബൈ എക്സ് എ മൈനസ് എക്സ് ബി ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. So how can we classify diffusion process? Diffusion processനെ നമുക്ക് സെൽഫ് ഡിഫ്യൂഷൻ, ഇന്റർ ഡിഫ്യൂഷൻ, സർഫസ് ഡിഫ്യൂഷൻ, ഗ്രെയിൻ ബൗണ്ടറി ഡിഫ്യൂഷൻ, വോളിയം ഡിഫ്യൂഷൻ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. സെൽഫ് ഡിഫ്യൂഷൻ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരാറ്റം ഒരു മെറ്റലിനകത്ത് തന്നെ അതിൻ്റെ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്തതാണ്. ഇന്റർ ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ആറ്റം ഓഫ് വൺ മെറ്റൽ ഡിഫ്യൂസ് ഇൻറ്റു അനദർ മെറ്റൽ. പിന്നെ സർഫസ് ഡിഫ്യൂഷൻ, സർഫസിൽ മാത്രം ഡിഫ്യൂഷൻ നടക്കുന്നത്. നമ്മൾ മൊഡ്യൂൾ 4 3rd and 4th പഠിക്കുമ്പം നമുക്ക് അത് മനസ്സിലാവും. അതായത് നമ്മൾ കാർബറൈസിങ് അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് അതൊക്കെ ചെയ്യുമ്പം, അല്ലെങ്കിൽ സർഫസ് ഹാർഡനിങ് പ്രോസസ്സ് ചെയ്യുമ്പം നമ്മൾ സർഫസിൽ മാത്രം ഒരു എക്സ്ട്രാ കോട്ടിങ് കൊടുക്കും. അപ്പോൾ അവിടെ ഒരു സെക്കൻഡറി കോട്ടിങ് വരുമ്പം അവിടെ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ സർഫസിൽ മാത്രം ഒരു ഡിഫ്യൂഷൻ നൽകുക, ഒരാറ്റം വേറെ ആറ്റത്തിൻ്റെ പൊസിഷനിലേക്ക് വന്നിരിക്കുക. അടുത്ത ഗ്രെയിൻ ബൗണ്ടറി ഡിഫ്യൂഷൻ. ആറ്റം അറ്റ് ദ ഗ്രെയിൻ ബൗണ്ടറി ഓഫ് ദ സോളിഡ്സ് ആർ നോട്ട് ടൈറ്റ്ലി ബോണ്ട്, hence the atom at surface takes parts in diffusion. അതായത് ബൗണ്ടറി ലെവലിലുള്ള ആറ്റംസ് ആയിരിക്കും, ഗ്രെയിൻ ബൗണ്ടറിയിലുള്ള ആറ്റംസ് ആണ് ഡിഫ്യൂഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അടുത്ത വോളിയം ഡിഫ്യൂഷൻ, ഒരു ഫുൾ വോളിയത്തിനകത്ത് ഫുള്ളായിട്ട് ഡിഫ്യൂഷൻ നടക്കുന്നതാണ് വോളിയം ഡിഫ്യൂഷൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അതായത് ഡിഫ്യൂഷനെ 2 ലോ ആയിട്ട് പറയുന്നുണ്ട്. ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ, അത് ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് ലോയും ഒന്ന് നോൺ സ്റ്റഡി സ്റ്റേറ്റ് ലോയും. ഫിക്സ് ലോ ഫോർ ഫസ്റ്റ് ലോ ഫോർ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റിനും, സെക്കൻഡ് ലോ ഫോർ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നോൺ സ്റ്റഡി സ്റ്റേറ്റിലും ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിക്സ് ഫസ്റ്റ് ലോ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്നുള്ളതാണ്. സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ, നമ്മൾ ഡിഫ്യൂഷൻ പഠിച്ചു. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആറ്റംസ് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫിക്സ് ലോയ്ക്ക് നമുക്ക് 2 ലോ ആണ്, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ആണ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഫസ്റ്റ് ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു വാട്ട് ഈസ് ഡിഫ്യൂഷൻ ഫ്ലക്സ്. ഡിഫ്യൂഷൻ ഫ്ലക്സ് ജെ എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്യൂഷൻ ഫ്ലക്സ് ജെ എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണ്.
മാസ് ഫ്ലോ റേറ്റ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ഏരിയ ഒരു യൂണിറ്റ് ടൈമിൽ എന്തുമാത്രം മാസ് ഫ്ലോ റേറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എം ഡിവൈഡ് ബൈ എ ഇൻറ്റു ടി എന്ന് എഴുതാം. മാസ് ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം. ഞാനിതിനെ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് എഴുതുകയാണ്. സോ ജെ ഈസ് ഈക്വൽ ടു ഏരിയയുടെ കോൺസ്റ്റന്റ് ആണ്. സോ 1/a ഇൻറ്റു ഡി എം ഡിവൈഡ് ബൈ ഡി ടി എന്ന് എഴുതാം. സോ ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞെടുക്കുന്നു. സോ ഏരിയ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വെളിയിലേക്ക് എടുത്ത് ഡി എം ഡിവൈഡ് ബൈ ഡി ടി. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആണ്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഫ്ലക്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതാണ് നമ്മൾ ഡിഫ്യൂഷൻ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ നമ്മൾ പറയുന്നത്. സോ ഇൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമുക്ക് എങ്ങനെ പറയാം? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഡിഫ്യൂഷൻ ഫ്ലക്സ് ജെ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡോ സി ബൈ ഡോ എക്സ്. ഡിഫ്യൂഷൻ ഫ്ലക്സ് ജെ ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡോ സി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലെ. നമ്മൾ പറഞ്ഞത് നമ്മളൊരു ഗ്രാഫൊക്കെ വരച്ച് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡോ സി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പൊസിഷനിലെ കോൺസെൻട്രേഷൻ മൈനസ് സി എ മൈനസ് സി ബി ഡിവൈഡ് ബൈ എക്സ് എ മൈനസ് എക്സ് ബി എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. സോ ഈ നമ്മൾ ഇനി പ്രപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റുകയാണ്. പ്രപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പ്രപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാനവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഡി. ഡി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഡി എന്ന് പറയുന്നതാണ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. ഡി എന്ന് പറയുന്ന ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ നമുക്ക് എങ്ങനെ എഴുതാം? ജെ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ കോൺസെൻട്രേഷൻ നമ്മൾ എപ്പോഴും മാസ് ഫ്ലോ റേറ്റ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈയിൽ നിന്ന് ലോയിലേക്കാണ് എപ്പോഴും ഫ്ലോ നടക്കുന്നത് അല്ലെ. സോ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു മൈനസ് സിമ്പലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ നമുക്ക് എങ്ങനെ എഴുതാം? ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഡോ സി ബൈ ഡോ എക്സ്. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഇവിടെയും ജെ ആണ്, ഇവിടെയും ജെ ആണ്. ഞാൻ രണ്ട് ഇക്വേഷൻ കൂടെ ഇക്വേറ്റ് ചെയ്യുവാണ്. ജെ ഈസ് ഈക്വൽ ടു 1/a ഡി എം ഡിവൈഡ് ബൈ dt is equal to minus d dou c by dou x. ഇതാണ് ഫിക്സ് ഫസ്റ്റ് ലോ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത്. സോ ജെ ഇസ് ഈക്വൽ ടു 1/a dm by dt equal to minus d dou c by dou x. ഒന്നുകൂടെ നോക്കാം. ഡിഫ്യൂഷൻ ഫ്ലക്സ് ജെ എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം ആണ്. ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം. ഞാൻ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് എഴുതുകയാണ്. ജെ ഈസ് ഈക്വൽ ടു 1/a. എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ എ വെളിയിലേക്ക് എടുത്തു. ഡി എം ഡിവൈഡ് ബൈ ഡി ടി. സോ ഇത് സ്റ്റഡി സ്റ്റേറ്റ് ആയതുകൊണ്ട് സ്റ്റഡി സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ജെ ഈസ് പ്രപ്പോർഷണൽ ടു ഡോ സി ബൈ ഡോ എക്സ് നമ്മൾ എടുത്തേക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഡോ സി ബൈ ഡോ എക്സ്. ഞാനിവിടെ ഒരു ഈ പ്രപ്പോർഷണാലിറ്റി സിമ്പിളിനെ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ കോൺസ്റ്റന്റ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് നമ്മൾ ഡി എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൈനസ് സിമ്പിൾ എന്തായിരുന്നു? മൈനസ് സിമ്പിൾ റെപ്രസെന്റ്സ് the mass flow rate always flows from higher concentration to a lower concentration. അപ്പം J is equal to minus d dou c by dou x എന്ന്. സോ ഈ ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും കൂടെ ഇക്വേറ്റ് ചെയ്യുവാണ്. J is equal to 1/a dm by dt equal to minus d dou c by dou x. This is the first law. ഫിക്സ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നതാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിക്സ് സെക്കൻഡ് ലോ ഫോർ നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ. നമ്മൾ ആ ഫസ്റ്റ് ലോ ഏതാ പഠിച്ചത്? സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ്റെയും. സെക്കൻഡ് ലോ പഠിക്കുന്നത് നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ്റെയും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സോ എന്തിനാണ് നമ്മൾ നോൺ സ്റ്റഡി സ്റ്റേറ്റ്? സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം അല്ലേ. പക്ഷെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പ്രാക്ടിക്കൽ കേസസിൽ നമുക്ക് നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോയുടെ ഇത് പഠിക്കണം.
സോ ഞാനിവിടെ ഒരു എലമെൻ്റൽ വോളിയം എടുക്കുകയാണ്, ഒരു ക്രോസ് സെക്ഷണൽ സെക്ഷൻ. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, ഈ തിക്നെസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. ഇത് 1 ആണ്, ഇത് 1 ആണ്. അത് എലമെൻ്റൽ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. പിന്നെ എങ്ങനെ എഴുതാം? യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് 1 × 1. സോ ഏരിയ വിൽ ബി 1 ആയിരിക്കും. തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എക്സ് ആണ് തിക്നെസ്. സോ നമ്മൾ ഇങ്ങനെ ഒരു എലമെന്റിൽ എടുക്കുകയാണ്, യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയും ഡെൽറ്റ എക്സ് തിക്നെസ്സും ഉള്ള. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എലമെന്റൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? എലമെന്റൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു തിക്നെസ് ആയിരിക്കും, റൈറ്റ്? സോ അതെന്ത് കിട്ടും നമുക്ക്? ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് 1 ആണ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ആണ് ഇവിടുത്തെ തിക്നെസ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു എലമെന്റൽ ഏരിയ നോക്കാം, എലമെന്റൽ വോളിയം നോക്കാം. ഇവിടെ ഫ്ലക്സ് ഉണ്ട്, ഡിഫ്യൂഷൻ ഫ്ലക്സ് അകത്തേക്ക് കയറുന്ന ഫ്ലക്സ് ഇൻ ആണിത്. ഫ്ലക്സ് ഇൻ, നമുക്കിതിനെ ജെ എക്സ് എന്ന് എടുക്കാം. വെളിയിലേക്ക് ഫ്ലക്സ് പോകുന്നുണ്ട്, ദാറ്റ് ഈസ് ഫ്ലക്സ് ഔട്ട്. ഇതിനെ ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എടുക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് ഏരിയ ആണ്. സോ ഇത്ര മനസ്സിലായാലോ? ജെ എക്സ് എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് അകത്തേക്ക് കയറുന്നു. ഇത് വെളിയിലേക്ക് പോകുന്നത് ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് വെളിയിലേക്ക് പോകുന്നത്. ബിക്കോസ് ഇതിൻ്റെ തിക്നെസ് ഡെൽറ്റ എക്സ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ദ റേറ്റ് ഓഫ് അക്യുമുലേഷൻ. റേറ്റ് ഓഫ് അക്യുമുലേഷൻ എന്താണ്? റേറ്റ് ഓഫ് അക്യുമുലേഷൻ വിത്തിൻ ദിസ് എലമെന്റൽ വോളിയം, വിത്തിൻ ദ എലമെന്റൽ വോളിയം. റേറ്റ് ഓഫ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്തുള്ള കോൺസെൻട്രേഷൻ എത്ര പെർ ടൈമിൽ എത്രയാണ് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡോ സി ഡിവൈഡ് ബൈ ഡോ ടി. ഇതാണ് റേറ്റ് ഓഫ് അക്യുമുലേഷൻ വിത്തിൻ ദ എലമെന്റൽ വോളിയം. അതിൻ്റെ അപ്പോൾ ഇതിൻ്റെ വോളിയം കൂടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഇസ് ഡെൽറ്റ എക്സും കൂടെ നമ്മൾ, അതായത് വോളിയമാണ്, ഇത് വോളിയമാണ്. ഈ എലമെന്റൽ വോളിയം ഉള്ളതുകൊണ്ടാണ് ഡോ സി ഡിവൈഡ് ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ എക്സ് നമ്മൾ എഴുതുന്നത്. ഈ ഡോ സി ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്ലക്സ് ഇന്നകത്തേക്ക് പോകുന്നുണ്ട്, ഫ്ലക്സ് ഔട്ട് വെളിയിലേക്ക് വരുന്നുണ്ട്. സോ റേറ്റ് ഓഫ് അക്യുമുലേഷൻ, ഇതിനകത്ത് അക്യുമുലേറ്റ് ചെയ്തേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ജെ എക്സ് മൈനസ് ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിരിക്കും, അല്ലേ? സോ നമ്മൾ ഇതിനെ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തിരുന്നത് ജെ എക്സ് എന്ന് പറയുന്നത് അകത്തേക്ക് കയറുന്ന ഫ്ലക്സ് തന്നെയാണ്. ഇനി ജെ എക്സ് പ്ലസ് ഇത് വെളിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇതിൻ്റെ വാല്യൂ നോക്കാം. സോ നമുക്ക് മൈനസ്, ഇനീഷ്യലി ഇതിനകത്ത് ജെ എക്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പം ഈ എലമെന്റൽ വോളിയത്തിനകത്തൂടെ ഈ ജെ എക്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് എത്രയാണ്? ദാറ്റ് ഈസ് ഡോ ജെ ഡിവൈഡ് ബൈ ഡോ എക്സ്. കാര്യം ഇത് എക്സ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ മൂവ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഡോ ജെ ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഈ തിക്നെസ്. ഈ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എക്സ് ആണ് ആ തിക്നെസ് നമുക്ക് കിട്ടുന്നത്. സോ ഇതൊന്നും കൂടെ ശ്രദ്ധിക്കുക. റേറ്റ് ഓഫ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ്റെ റേറ്റ് ആണ് പെർ യൂണിറ്റ് ടൈം. ഡോ സി ഡിവൈഡ് ബൈ ഡോ എക്സ് വിത്തിൻ ദ എലമെന്റൽ വോളിയം. ഈ വോളിയത്തിനകത്ത് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഡെൽറ്റ എക്സ് ഇവിടെ എടുത്തേക്കുന്ന ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വോളിയമാണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്ന വോളിയം, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ്. സോ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫ്ലക്സ് ഇന്നകത്തേക്ക് കയറിയത് ജെ എക്സ്, വെളിയിലേക്ക് വന്നത് ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. സോ അതുകൊണ്ട് ഇവിടെ അക്യുമുലേറ്റ് ചെയ്തേക്കുന്നത് എന്തായിരിക്കും? ഇത് അകത്തേക്ക് പോയി ഇത് വെളിയിലേക്ക് വന്നു. സോ ഇതിനകത്ത് ഇത്ര അക്യുമുലേറ്റ് ചെയ്തേക്കുന്നത് ജെ എക്സ് മൈനസ് ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ജെ എക്സ് ആദ്യം തന്നെ ഉണ്ട്, മൈനസ് വെളിയിലേക്ക് വന്നത് എത്രയാണ്? ജെ എക്സിൻ്റെ കൂടെ ഡോ ജെ ബൈ ഡോ എക്സ്. കാര്യം ഇത് എക്സ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ മൂവ് ചെയ്തിരിക്കുന്നത്. സോ പെർ ഡിസ്റ്റൻസ് എക്സിൻ്റെ ടേംസിലാണ് നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഡോ ജെ ബൈ ഡോ എക്സ് ഇൻറ്റു
ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തിക്നെസ് ആണ്. സോ ഞാൻ ഇതിനെ വീണ്ടും ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇതും തമ്മിൽ ക്യാൻസൽ ആയി പോകും, ജെ എക്സ് മൈനസ് ജെ എക്സ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ വാല്യൂ വാസ്, എന്താണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡോ സി ഡിവൈഡ് ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ എക്സ് വിൽ ബി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് അകത്തേക്ക് കയറും, മൈനസ് ഓഫ് ഡോ ജെ ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, ഇങ്ങനെ കിട്ടും അല്ലേ. സോ ഇവിടെ നമുക്ക് ഈ ഡെൽറ്റ എക്സും ഈ ഡെൽറ്റ എക്സുടെ ക്യാൻസൽ ആയി പോകും. സോ എന്താണ് നമുക്ക് കിട്ടുന്നത്? വിൽ ഗെറ്റ് അസ് ഡോ സി ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ഡോ ജെ ഡിവൈഡ് ബൈ ഡോ എക്സ്. സോ ഇവിടെ നമുക്കിനി വേണ്ടത് ജെ എന്ന് പറയുന്ന ഡിഫ്യൂഷൻ ഫ്ലക്സ് ഉണ്ട്. സോ ഫസ്റ്റ് ലോ വെച്ചിട്ട് ഫസ്റ്റ് ലോയിൽ നമുക്ക് എന്താ കിട്ടിയേ? ഫസ്റ്റ് ലോയിൽ നമ്മൾ കണ്ടുപിടിച്ചു ജെ ഈസ് ഈക്വൽ ടു, ജെയുടെ വാല്യൂ നമുക്കറിയാം 1/a ഇൻറ്റു എന്താണ് ഡി എം ഡിവൈഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഇൻറ്റു ഡോ സി ഡിവൈഡ് ബൈ ഡോ എക്സ്. നമുക്കിവിടെ ഇതാണ് നമ്മൾ ഫസ്റ്റ് ലോയിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത് അല്ലേ. നമ്മൾ ഫസ്റ്റ് ലോയിൽ നിന്ന് ഇത്രയും വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇത് സിയുടെ ടേമിലാണ്. സോ നമുക്ക് ഈ ജെയെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ജെയുടെ വാല്യൂ നമുക്ക് വീണ്ടും സിയുടെ ടേംസിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഡോ സി ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു, ഈ ഒരു ടേം നമ്മൾ എടുക്കുന്നു, മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, മൈനസ് ഡി ഇൻറ്റു ഡോ സി ഡിവൈഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഇവിടെ ഡി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഈ മൈനസ് ഡി നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നു. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് ഇവിടെ പ്ലസ് ആവും. സോ ദാറ്റ് ഈസ് ഡി ഇൻറ്റു ഡോ, രണ്ട് ഡോ ഉണ്ട്. സോ നമുക്ക് ഇതിനെ സ്ക്വയർ ആക്കാം, ഡോ സ്ക്വയർ സി ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ നമുക്ക് എഴുതാം. നമ്മുടെ മാത്സിനകത്ത് പഠിച്ച ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? സോ ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്ക് ഇപ്പം എന്താ കിട്ടിയത്? ഡോ സി എക്സ്, ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ് പെർ ഡോ ടി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡോ സ്ക്വയർ സി ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് ഇത് പാർഷ്യലായിരുന്നു, നമുക്ക് അതിനെ ഫുൾ ഡിഫറൻഷ്യലായിട്ട് വേണമെങ്കിൽ എഴുതാം, ഡി സ്ക്വയർ സി ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ലോ ഓഫ് ഫിക്സ് ഡിഫ്യൂഷൻ. നമുക്കിതൊന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ നോക്കുമ്പം ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ. സെക്കൻഡ് ലോയിൽ എന്താ വരുന്നത്? നമുക്കൊരു യൂണിറ്റ് ഏരിയ ഉള്ള ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ എടുത്തു. തിക്നെസ് ഡെൽറ്റ എക്സ് ആണ്. സോ ഇതിന്റെ എലമെന്റൽ വോളിയം എന്ന് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു തിക്നെസ്, ദാറ്റ് ഈസ് 1 ഇൻറ്റു ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് എന്ന് തന്നെ നമുക്ക് കിട്ടി. സോ റേറ്റ് ഓഫ് അക്യുമുലേഷൻ വിത്തിൻ ദ എലമെന്റൽ വോളിയം ഡോ സി ഡിവൈഡ് ബൈ ഡോ ടി ഇൻറ്റു എലമെന്റൽ വോളിയം ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻ ജെ എക്സ് അകത്തേക്ക് കയറാണ്, ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വെളിയിലേക്ക് വരികയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ എക്സ് മൈനസ് ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ജെ എക്സ് മൈനസ് ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ജെ എക്സ് പ്ലസ് ഡോ, കാര്യം ഇത് എക്സ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്, ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്, കാര്യം ഡെൽറ്റ എക്സ് ആണ്, ഇൻ ടേംസ് ഓഫ് എക്സിലാണ് നമ്മളിവിടെ എഴുതുന്നത്. ഡോ ജെ ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, ഇത് തിക്നെസ് ആണ് ഇവിടുത്തെ നമ്മൾ എടുത്തേക്കുന്നത്. സോ അങ്ങനെ വരുമ്പം ഇതും കൂടെ ക്യാൻസൽ ആയി പോകും. സോ വി ഗെറ്റ് ഡോ സി ഡിവൈഡ് ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ എക്സ്, ഈ വാല്യൂ ആണ് ഈക്വൽ ടു ഇതും ക്യാൻസൽ ആയി പോകും, ഈ മൈനസ് അകത്തേക്ക് കയറും. സോ മൈനസ് ഓഫ് ഡോ ജെ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് ഡോ സി ഇതും ഈ ഡെൽറ്റ എക്സും ഈ ഡെൽറ്റ എക്സും കൂടെ ക്യാൻസൽ ആയി പോകും. ഡോ സി ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ജെ ബൈ ഡോ എക്സ്. ഇവിടെ ജെ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ടേംസ് ഓഫ് സി, അതിന് ഫസ്റ്റ് ലോ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്നോ, ജെ ഈസ് ഈക്വൽ ടു 1/a ഇൻറ്റു ഡി എം ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഡി സ്ക്വയർ
ഡി സി ഡിവൈഡ് ബൈ ഡോ എക്സ് എന്ന് നമുക്ക് കിട്ടിയിരുന്നു. സോ ഈ ജെയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡോ സി ബൈ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡി ഇൻറ്റു, കാര്യം മൈനസും ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ ദാറ്റ് ഈസ് പ്ലസ് ആവുന്നു. ഡി ഇൻറ്റു ഡി സ്ക്വയർ സി ബൈ ഡി എക്സ് സ്ക്വയർ. നമുക്ക് ഇതിനെ പാർഷ്യൽ ഡിഫറൻഷ്യലോ ഫുൾ ഡിഫറൻഷ്യലോ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് നമ്മൾ പർട്ടിക്കുലർ പോയിന്റ് എക്സ്, ദ റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഡോ സി ബൈ ഡോ സി എക്സ് ബൈ ഡോ ടി ഈക്വൽ ടു ഡി ഇൻറ്റു ഡോ സ്ക്വയർ സി ബൈ ഡോ എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ ഡി ഇൻറ്റു ഡി സ്ക്വയർ സി ബൈ ഡി എക്സ് സ്ക്വയർ.